ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളിന്ന് അടക്കതാട്ടോ. അടക്ക എന്നിങ്ങനെ വേർതിരിക്കുക കേട്ടോ. നമ്മളെ വീട്ടിൽ ഒരു 5-8 കവുങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അത് അടക്ക പറിക്കാൻ വേണ്ടി ആൾ വന്നിനി കേട്ടോ. അത് അടക്ക പറിച്ചിട്ട് അപ്പോൾ അത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് നന്നാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കാക്കാണെ പണിക്കും പോയതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് അറിയുകയാണെങ്കിൽ നന്നാക്കിക്കോണ്ടേന്നാണ്. പിന്നെ ഞമ്മക്ക് ഇതിനെ പറ്റിയുള്ള ഒരു പണിയും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇത് നന്നാക്കണത് റെഡി ആവുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഏതായാലും എൻ്റെ അറിവ് വെച്ച് ഇങ്ങനെ ഓരോന്നെടുത്ത് അങ്ങനെ നന്നാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പഴുത്ത അടക്ക ഞാൻ ഈ പച്ചൻ്റെ കൂടെ വെച്ചില്ല. അത് വെക്കാൻ പറ്റുമോ അതൊന്നും എനിക്കറിയാത്തതുകൊണ്ട് അത് ഇങ്ങോട്ട് മാറ്റി വെച്ചും ചെയ്തു കേട്ടോ. പിന്നെ എടുക്കുമ്പം തന്നെ ഞാനൊരു ചാക്ക് വേഗം അവിടെ എടുത്ത് വെച്ചിനി. ആ ചാക്കിലേക്ക് അന്നേരം തന്നെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചാട്ട്. പിന്നെ അതിന് വേറെ പണി എടുക്കണ്ടല്ലോ. ഇതൊക്കെ ഒരു നല്ല ഒരു ഇതാട്ടോ. കവുങ്ങ് തൈയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ നടുക എന്നുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ശരിക്കും എനിക്കൊന്നും ആദ്യത്തിലൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഇവിടെ എത്തിയാരാണ് ഈ അടക്കൻ്റെ പ്രത്യേകതകളും അടക്കയ്ക്ക് ഇത്ര വില ഉള്ളതൊക്കെ അറിയണത് ഇവിടെ വന്നാരേട്ടോ. ഇതിനെ പറ്റി നമ്മളെ വീട്ടിലുണ്ടായിനി. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇതിനെ പറ്റി അറിയില്ല. അടിച്ചു തരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെറുതായെന്ന് വീട്ടിലുള്ള അടിച്ചു തരുന്ന സമയത്ത് ഇത് പെറുക്കി വെക്കണം എന്നുള്ളതൊന്നും അറിയില്ല. അടിച്ചു തരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ഇങ്ങോട്ട് കൂടെ അങ്ങോട്ട് അടിച്ചു വരികയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ അടക്കൻ്റെയൊക്കെ വില അറിയുന്നത്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയതാട്ടോ. ഒരു വലിയൊരു ബുദ്ധിമുട്ടും കാര്യമില്ല. പിന്നെ ശല്യമില്ലല്ലോ, ഇല തൊയ്യുന്നുള്ളതോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇനി നമുക്കിത് വീട്ടിൽ ഫുള്ളും നടണം കേട്ടോ എന്ന്. ഇത് ഞങ്ങളിവിടെ താമസം തുടങ്ങിയാരൊരു ഇങ്ങനെ നട്ടതേണി കാക്ക. എനിക്കിതിൻ്റെ ഞാൻ ചോദിച്ചിനി അന്ന് ഇത് എന്തിനാണ് വെറുതെ നടണതെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ലാന്ന്, ഇതിനൊക്കെ വില കിട്ടുമെന്ന്. ഇപ്പോഴല്ല ഇതിനെ പറ്റി അറിയണത്. ഇവിടെ വന്ന് ഇപ്പോൾ ഇത് ഞങ്ങൾ നട്ടിട്ട് ഇപ്പോൾ എത്ര ഒരു 8 വർഷമൊക്കെ ആയി. അപ്പോഴത്തേനും ഇത്ര അടക്ക പറിക്കാൻ കഴിഞ്ഞല്ലോ. ഇപ്പം തോന്നുക അന്ന് കുറച്ചുകൂടി നടയണി എന്നുള്ളത്. ഇനി നമുക്ക് നമ്മളെ മുറ്റമൊക്കെ ഫുള്ളും ഇങ്ങനെ കവുങ്ങ് തൈ വെക്കണം. അപ്പോൾ എന്താണ് ശല്യം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ വീട്ടിലൊക്കെ ഈ കവുങ്ങ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. നമ്മൾ പിന്നെ അതിനകത്തൊന്നുമില്ല, എന്നാലും ഉള്ളതൊരു സന്തോഷമാണല്ലോ. അതിൽ ഒരു 10 ഉറുപ്പ്യ കിട്ടുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണല്ലോ. അപ്പം ഞാനിതിങ്ങനെ എന്നെ സഹായിക്കാൻ മോനുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ മോൻ പറയുന്നത് ഇതിന് എത്ര ഉറുപ്പ്യ കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞാൽ അറിയില്ല, അത് നമുക്ക് കൊണ്ടുപോയി നോക്കിയിട്ട് അറിയാമെന്നുള്ളത്. ഇത് നല്ലൊരു ബിസിനസ്സാണല്ലോ എന്ന് ഓനും ഇങ്ങനെ പറയുന്നുണ്ട്. ഓനും ഞങ്ങളെ കൂടെ ഇങ്ങനെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓനിതിൻ്റെ പറ്റിയത് ഇങ്ങനെ ചാക്ക് ഇങ്ങനെ എടുത്തിങ്ങനെ പൊന്തിച്ച് നോക്കൂടത് എത്ര കിലോ ഉണ്ടാവും എന്നുള്ളത്. ഏതായാലും നല്ലൊരിതാണ്. ഇതുപോലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് അറിയിക്കട്ടെ. നിങ്ങളെ വീട്ടിലൊക്കെ കവുങ്ങ് തൈയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, കവുങ്ങ് അടക്കയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്താ നമ്മളൊരു ചാക്കിൻ്റെ ഒരു പകുതി ഭാഗം പോലും ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.